ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2024 ജൂലൈ 12 ചൊവ്വാഗ്രഹം ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നു. ആ ഇടവൻ രാശിയിൽ ഗുരു മംഗളയോഗം വരുന്നു. അപ്പോൾ അതിൻ്റെ ഗുണദോഷങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ധനു, മകരം, കുംഭം, മീന കൂറുകാർക്കും ലഗ്നക്കാർക്കും എന്ത് ഗുണദോഷങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ മേടം രാശിയിലാണ് ഇപ്പോൾ ചൊവ്വാഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. അതായത് ചൊവ്വാഗ്രഹത്തിൻ്റെ മൂലത്രികോണ രാശിയാണ് മേടം രാശി. അവിടെയാണ് ആ ചൊവ്വ സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിൽക്കുന്ന ചൊവ്വ ജൂലൈ 12 ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നു. ആഗസ്റ്റ് 25 വരെ ആ ചൊവ്വാഗ്രഹം ഇടവൻ രാശിയിൽ ഉണ്ടാകും. അപ്പം ചൊവ്വാഗ്രഹം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ധൈര്യവും വീര്യവും ആത്മവിശ്വാസത്തിൻ്റെയൊക്കെ ഒരു ഗ്രഹമാണ്, സ്ഥിരോത്സാഹത്തിൻ്റെ ഗ്രഹമാണ്, ദൃഢനിശ്ചയത്തിൻ്റെ ഒരു ഗ്രഹമാണ്, ഫിസിക്കൽ എനർജിയുടെ ഒരു ഗ്രഹമാണ്, ഭൂമിയുടെ കാരകനാണ്, വികാര ആവേശത്തിൻ്റെ ഗ്രഹമാണ്, തന്നിഷ്ടം പോലെ ബിഹേവ് ചെയ്യുന്ന ഒരു ഗ്രഹവും കൂടെയാണ്. അതുപോലെ അഗ്രസീവായിട്ടുള്ള ഒരു മൈൻഡിൻ്റെ ഗ്രഹവും കൂടെയാണ് ഈ ചൊവ്വാഗ്രഹം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഇടവൻ രാശിയിലാണ് ആ ചൊവ്വാഗ്രഹം വരുന്നത്. ഇടവൻ രാശി ശുക്രൻ്റെ രാശിയാണ്. ആ രാശി എന്ന് പറയുന്നത് കാലപുരുഷൻ്റെ ധനസ്ഥാനമാണ്, വാക്സ്ഥാനമാണ്, കുടുംബസ്ഥാനമാണ്. ഇപ്പോൾ ധനകാരകനായിട്ടുള്ള ഗുരു ആ ഇടവൻ രാശിയിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ കുജൻ ആ ശുക്രൻ്റെ രാശിയിൽ പ്രവേശിക്കുമ്പോൾ പൊതുവെ ധനപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള മാർഗങ്ങൾ, ഉപജീവന മാർഗങ്ങൾ കണ്ടെത്തുന്നതിനും അതുപോലെ കുടുംബ വിഷയങ്ങളിലും കുടുംബ പ്രശ്നങ്ങളിലും ഇടപെട്ട് അത് പരിഹരിക്കുന്നതിനൊക്കെ ഒരു ശ്രദ്ധ ഈ സമയത്ത് കൊടുക്കും. മാത്രമല്ല ആ ഗുരുമംഗള യോഗം ഇടവൻ രാശിയിൽ വരുന്നതിനാൽ ഇപ്പോൾ സാധാരണ കാലപുരുഷൻ്റെ 2ാം ഭാവ രാശിയിലൊക്കെ കുജൻ്റെയൊക്കെ ദൃഷ്ടി വരുമ്പോൾ, ആ സ്ഥിതി വരുമ്പോൾ പൊതുവേ ഒരു പ്രകോപനപരമായിട്ടൊക്കെ റിയാക്ട് ചെയ്യാനുള്ള ഒരു പ്രവണതയൊക്കെ കൂടും. അപ്പോൾ പൊതുവേ അത് ചൊവ്വയുടെ ഒരു നെഗറ്റീവ് ക്വാളിറ്റിയാണ്. അത്തരത്തിൽ ചൊവ്വയുടെ നെഗറ്റീവ് ക്വാളിറ്റി കുറയുന്നതിനും പോസിറ്റീവ് ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് ആ ഗുരുവും കുജനുമായിട്ടുള്ള ആ യോഗം ഇടവൻ രാശിയിൽ വരുന്നത് വഴിതെളിക്കും. അതായത് പൊതുവെ കുജൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് ഗുരുവിൻ്റെ വിവേകബുദ്ധിയും ഗുരുവിൻ്റെയൊക്കെ അനുഗ്രഹമൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ ഇടവൻ രാശിയിലേക്ക് ഈ കുജൻ്റെ രാശി മാറ്റവും ഇടവൻ രാശിയിൽ ഈ കുജ ഗുരു യോഗമൊക്കെ വരുന്നത് ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് ധനു കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും ഈ കുജൻ്റെയും രാശിമാറ്റവും ഗുരു മംഗളയോഗവും എന്ത് ഇഫക്റ്റ് ഉണ്ടാക്കും നോക്കാം. ധനുക്കൂറുകാരെന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവരാണ്. ധനുക്കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും 5ഉം 12ഉം ഭാവാധിപനായിട്ടുള്ള കുജൻ 6ാം ഭാവരാശിയിലേക്കാണ് ജൂലൈ 12 രാശി മാറുന്നത്. ആഗസ്റ്റ് 25 വരെ ആ കുജൻ 6ാം ഭാവരാശിയിൽ ഉണ്ടാകും. ജന്മരാശ്യാധിപനും സുഖസ്ഥാനാധിപനുമായിട്ടുള്ള ഗുരു ഇപ്പോൾ 6ൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ 6ലാണ് ആ ഗുരുവും കുജനുമായിട്ടുള്ള യോഗം വരുന്നത്. അങ്ങനെ ഒരു ഗുരുമംഗള യോഗം 6ാം ഭാവരാശിയിലാണ് വരുന്നത്. അപ്പോൾ 6ാം ഭാവ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ആ ഗുരുകുജ യോഗം ഗുണം ചെയ്യും എന്ന് പറയാം. കാരണം ഇപ്പം നിയമമേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, സോഷ്യൽ വർക്കേഴ്സ്, അതുപോലെ സേവന മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, ബാങ്കേഴ്സിന്, ബാങ്കിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒക്കെ തന്നെ അവരുടെ മേഖലകളിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമായിട്ട് കാണാം. ഇപ്പോൾ തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ക്രൈസിസോ ഒക്കെ ഉണ്ടെങ്കിൽ അവ പരിഹരിക്കുന്നതിനും ആ ഗുരു മംഗളയോഗം 6ൽ വരുന്നതിന് വഴിതെളിക്കും. അതുപോലെ തന്നെ 5ാം ഭാവാധിപനാണ് ചൊവ്വാഗ്രഹം. ധനുക്കുറുകാർക്ക് 5ാം ഭാവാധിപൻ 6ൽ വരിക എന്ന് പറയുമ്പോൾ ഇപ്പം ചിലർക്ക് ഈ സന്താനങ്ങളുമായിട്ട് ഒരു ഭിന്നാഭിപ്രായമൊക്കെ ഉണ്ടാകാം. അതുപോലെ സന്താനങ്ങൾക്ക് ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പം കഴിവതും അത്തരത്തിലുള്ള പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അവ വശാകാതിരിക്കാൻ ഈ 6ലെ ഗുരുമംഗള യോഗത്തിന്
കഴിയും എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ കടബാധ്യത കുറയുന്നതിനും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അവയിൽ ആശ്വാസം ഉണ്ടാകുന്നതിനും ഒക്കെ തന്നെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനും ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുമുള്ള ഒരു പോരാട്ടം അത് ഈ സമയത്ത് ഉണ്ടാകും എന്ന് തന്നെ പറയാം. അതുപോലെ 6-ലാണ് ആ കുജൻ്റെ സ്ഥിതി വരുന്നതുകൊണ്ട് മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് വളരെ അനുകൂല സമയമാണ്. അവർക്ക് വിജയമൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും കേസോ കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ആ കേസിൽ നിന്നൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം, അനുകൂലമായ ഒരു വിധിയൊക്കെ ചിലപ്പോൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. എങ്കിലും ഈ രാഹുവൊക്കെ 4 ഈ കുറുകാരുടെ 4 സുഖസ്ഥാനത്ത് രാഹു നിൽക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് 4 രാഹു നിൽക്കുമ്പോൾ ഒരു ഡിസ്പ്യൂട്ടിൻ്റെ ഗ്രഹമാണ് ആ 4 നിൽക്കുന്നു സുഖസ്ഥാനത്ത്. അപ്പോൾ മാനസികമായിട്ടൊരു ടെൻഷൻ അല്ലെങ്കിൽ ഉറക്കക്കുറവിനൊക്കെ സാധ്യതയുള്ള സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ആ 4-ാം ഭാവാധിപൻ സുഖഭാവാധിപനായിട്ടുള്ള ഗുരുവാണ് 6 നിൽക്കുന്നത്. അപ്പോൾ ഒരു സുഖക്കുറവിനൊക്കെ സാധ്യതയുണ്ട്. കുജൻ 9 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ തൊഴിലുമായി ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ഈ കുറുകാർക്ക് ദൂരയാത്രകൾ വേണ്ടിവരും. അതുപോലെ ധർമ്മചിന്തകളൊക്കെ ഉണ്ടാകും. ആത്മീയ കാര്യങ്ങളൊക്കെ ശ്രദ്ധ കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഉള്ള യാത്രകൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. മതഗ്രന്ഥങ്ങൾ വായിക്കുന്നതിനോ സത്സംഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിനൊക്കെ ഒരു സാഹചര്യം ചിലപ്പോൾ ഈ സമയത്തുണ്ടായെന്ന് വരാം. കുജൻ 12-ലും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 12-ാം ഭാവാധിപനാണ് കുജൻ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ 12-ാം ഭാവാധിപനായിട്ടുള്ള കുജൻ ആ 12-ൽ ദൃഷ്ടി ചെയ്യുന്നു. മാത്രമല്ല ആ ഗുരുവും 12-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവെ ധനച്ചെലവൊക്കെ കൂടുന്ന ഒരു സ്ഥിതി കാണുന്നുണ്ട്. അതുപോലെ ചിലർക്ക് ചതിയിലോ വഞ്ചനയിലോ ഒക്കെ പെട്ട് ധനനഷ്ടത്തിനും സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ചിലർക്ക് വിദേശ യാത്രകൾക്ക് ഒക്കെ ഈ സമയം അനുകൂലമായിട്ട് കാണുന്നുണ്ട്. ആത്മീയ ചിന്തയൊക്കെ കൂടുന്നതിന് ഈ ഗുരുവിൻ്റെയും കുജൻ്റെയൊക്കെ ആ 12-ലെ ദൃഷ്ടി വഴിതെളിക്കുമെന്ന് മനസ്സിലാക്കുക. അതുപോലെ കുജൻ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ജന്മരാശിയിൽ കുജൻ്റെ ദൃഷ്ടി വരുമ്പോൾ പൊതുവെ ഏത് കാര്യവും പോരാടി നേടുന്നതിനുള്ള ഒരു ഊർജ്ജസ്വലത, ധൈര്യം, വീര്യം, ശൗര്യം ഒക്കെ ഈ സമയത്ത് ഈ കുറുകാർക്കുണ്ടാകും. അതുപോലെ ആത്മവിശ്വാസമൊക്കെ കൂടുന്ന സമയമാണ്. അതേസമയം നമ്മൾ പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 4-ൽ രാഹു, ജന്മരാശിയിൽ കുജൻ്റെ ദൃഷ്ടി, 4-ാം ഭാവാധിപൻ 6-ൽ ചെന്ന് നിൽക്കുന്നു. അപ്പോൾ ഇവയെല്ലാം നമുക്ക് ഒരു പ്രകോപനപരമായിട്ട് പ്രതികരിക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിക്കളയും. അപ്പോൾ അവിടെ നമ്മൾ ഒരു കെയർ വേണം. കഴിവതും ഈ 6-ൽ ഗുരുവും കൂടെ നിൽക്കുന്ന സമയമായതുകൊണ്ട് നമ്മുടെ ആ കുജൻ്റെ നെഗറ്റീവ് ക്വാളിറ്റി കുറയ്ക്കാൻ അത് സഹായകമാകും എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും, അതായത് ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, തിരുവോണം, അതുപോലെ അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവർക്ക് ഈ ചൊവ്വയുടെ രാശിമാറ്റവും ഗുരു മംഗളയോഗമൊക്കെ ഇടവൻ രാശിയിൽ വരുന്നത് എന്ത് ഗുണദോഷം ഉണ്ടാക്കുമെന്ന് നോക്കാം. മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും ചൊവ്വ എന്ന് പറയുന്ന 4-ാം ഭാവാധിപനും 11-ാം ഭാവാധിപനുമാണ്. 4-ഉം 11-ഉം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 5-ാം ഭാവരാശിയിലേക്ക് ജൂലൈ 12-ന് രാശി മാറുന്നു. ആഗസ്റ്റ് 25 വരെ ചൊവ്വ 5-ാം ഭാവരാശിയിൽ ഉണ്ടാകും. ഗുരുവാണെങ്കിൽ 3-ഉം 12-ഉം ഭാവാധിപനായിട്ട് 5-ൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. 5-ലാണ് ഈ ഗുരുമംഗള യോഗം ഈ മകരക്കൂറുകാർക്ക് വരുന്നത്. അത് പൊതുവേ ഈ ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിലൊക്കെ ശ്രദ്ധ കൂടുന്ന സമയമാണ്. അവരുടെ ബുദ്ധിശക്തിയൊക്കെ കൂടും. പുതിയ ആശയങ്ങളൊക്കെ കണ്ടെത്തുന്നതിനൊക്കെ അവർക്ക് ഒരു സഹായകമായിട്ടുള്ളൊരു ഗ്രഹസ്ഥിതിയാണ്. അതുപോലെ നമുക്ക് എന്തെങ്കിലും നമ്മൾ ഒരാശയം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ആശയം നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനാകും. ഇപ്പം ടീച്ചിങ് മേഖലയിലൊക്കെ ആണെങ്കിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശോഭിക്കാൻ കഴിയുന്ന സമയമാണ്. ഈ കൂറുകാരുടെ ആശയങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും ഒക്കെ തന്നെ പൊതുവേ ഒരു സ്വീകാര്യത ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. അന്യരായി ബഹുമാനിക്കുന്ന, ഇപ്പം മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന ഒരു അവസ്ഥ ഈ സമയത്ത് കാണുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ശക്തമാകും. അതുപോലെ ഈ പുണ്യപുരാണ ഗ്രന്ഥങ്ങൾക്ക് വായിക്കുന്നതിനും അതിൽ നിന്ന് ആത്യന്തിക സത്യം കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ടാകും. പൊതുവേ ഒരു സാത്വിക ചിന്ത ഉണ്ടാകുന്ന സമയം എന്ന് തന്നെ പറയാം. വിദ്യാർത്ഥികൾക്ക് അവർ ആഗ്രഹിക്കുന്ന കോഴ്സിൽ അഡ്മിഷൻ സാധ്യമാകും.
സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലുമൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അതിൽ നേട്ടം ഉണ്ടാകും. സന്താനങ്ങൾക്ക് ഗുണാനുഭവം ഉണ്ടാകും. എന്ത് പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുന്നതിനുള്ള ഒരു കഴിവ് ഈ സമയത്തുണ്ടാകും. കുജൻ അഷ്ടമത്തിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക്, ശാസ്ത്രജ്ഞർക്ക്, നിഗൂഢ ശാസ്ത്രം അഭ്യസിക്കുന്നവർക്ക്, കോൺഫിഡൻഷ്യൽ വർക്ക് ചെയ്യുന്നവർക്ക്, അന്വേഷണ ഏജൻസിയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ അനുകൂലമായിട്ടുള്ള അത്തരം വർക്കുകളിലെല്ലാം വർക്ക് ചെയ്യുന്നവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അതേസമയം 8 ആ കുജൻ്റെ ദൃഷ്ടിയൊക്കെ വരുമ്പോൾ നമ്മൾ ദൂരയാത്രകളിലും ഡ്രൈവിങ്ങിലും ഒക്കെ ഒരു ശ്രദ്ധ വേണം. അതുപോലെ നമ്മൾ ഈ കുജൻ 11 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഗുരുവും 11 ദൃഷ്ടി ചെയ്യുന്നുണ്ട്, പ്രത്യക്ഷ ദൃഷ്ടിയാണ്. അപ്പോൾ ഈ പല സോഴ്സിൽ നിന്നൊക്കെയുള്ള ധനാഗമം ഈ കൂറുകാർക്ക് പ്രതീക്ഷിക്കാം. ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനുള്ള അതിന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഈ സമയത്തുണ്ടാകും. ഇപ്പോൾ വീട്, വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലുള്ള അവരുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകുന്ന സമയമാണ്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് വഴിയോ സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴിയോ ഒക്കെ തന്നെ ധനനേട്ടം ഉണ്ടാകും. സുഹൃത്തുക്കളും സാമൂഹ്യ ബന്ധങ്ങളും ഒക്കെ അതൊക്കെ പ്രത്യേകിച്ച് ധനാഗമം കൂടുന്നതിന് സഹായകമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കുക. കുജൻ 12 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവ് ഈ സമയത്ത് ഉണ്ടായി എന്ന് വരാം. ചെലവ് കൂടുന്നതിനുള്ള ഒരു സ്ഥിതിയാണ് കുജൻ്റെ ആ 12 ദൃഷ്ടി എന്ന് പറയുന്നത്. അതുപോലെ ദൂരയാത്രകൾക്കോ വിദേശ യാത്രകൾക്കോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. മതവിശ്വാസവുമായി ബന്ധപ്പെട്ടൊക്കെ, അതുപോലെ പഠനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ, അല്ലെങ്കിൽ തീർത്ഥാടനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകളൊക്കെ ഈ സമയത്ത് വേണ്ടിവരും. അതുവഴിയൊക്കെ ഒരു ധനച്ചെലവ് ഈ സമയത്തുണ്ടാകാൻ സാധ്യത കാണുന്നു. ഇനി കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും, അതായത് അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, ചതയം, പൂരിട്ടാ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽപ്പെടുന്നവർക്ക് ഈ കുജൻ്റെ ഇടവൻ രാശിയിലേക്കുള്ള രാശിമാറ്റവും ഗുരുമംഗളയോഗം ഇടവൻ രാശിയിൽ വരുന്നതും എന്ത് ഗുണാനുഭവം ഉണ്ടാക്കും നോക്കാം. ഇപ്പോൾ കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും കുജൻ എന്ന് പറയുന്നത് 3-ാം ഭാവാധിപനാണ്. അതുപോലെ 10-ാം ഭാവാധിപനുമാണ്. അപ്പം 3ഉം 10ഉം ഭാവാധിപനായിട്ടുള്ള കുജൻ ജൂലൈ 12 അവരുടെ 4-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ആഗസ്റ്റ് 25 വരെ ആ ചൊവ്വാഗ്രഹം 4-ാം ഭാവരാശിയിലുണ്ടാകും. അപ്പം 4-ാം ഭാവരാശിയിൽ 2ഉം 11ഉം ഭാവാധിപനായിട്ടുള്ള ഗുരു ഇപ്പോൾ സ്ഥിതി ചെയ്യുകയാണ്. അപ്പം ആ 4-ാം ഭാവരാശിയിലാണ് ഗുരുമംഗള യോഗം വരുന്നത്. അപ്പം 3-ാം ഭാവാധിപനും 10-ാം ഭാവാധിപനുമായിട്ടുള്ള കുജൻ 4 വരുമ്പോൾ കുടുംബകാര്യത്തിലും തൊഴിലിലും ഒരുപോലെ ശ്രദ്ധ കൊടുക്കുന്ന സമയമായിരിക്കും. എങ്കിലും തൊഴിലിലായിരിക്കും കൂടുതൽ നേട്ടം അവർക്ക് ഉണ്ടാകുന്നത്. കുജൻ്റെ നെഗറ്റീവ് ക്വാളിറ്റീസ് ഗുരുവിൻ്റെ ആ ഒരു യോഗം കൊണ്ടൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. ഇപ്പം മാതാവുമായിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ ഭിന്നത ഇപ്പോൾ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. അതുപോലെ മറ്റു കുടുംബ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് 4-ലെ ഗുരുമംഗളയോഗം വഴിതെളിക്കും എന്ന് തന്നെ പറയാം. അതുപോലെ ഈ കുടുംബ ആവശ്യത്തിന് പണം കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. എന്ന് പറയുമ്പോൾ ഇപ്പോൾ പുതിയ വീട് വാങ്ങുന്നതിനോ, അല്ലെങ്കിൽ വീട് പുതുക്കുന്നതിനോ, വസ്തുക്കൾ വാങ്ങുന്നതിനോ, അല്ലെങ്കിൽ വാഹനം വാങ്ങുന്നതിനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലവ് ചിലപ്പോൾ ഈ സമയത്ത് കൂടാം. എങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും കുജൻ 4 നിൽക്കുമ്പോഴും പൊതുവെ ഒരു ടെൻഷൻ, ഒരു മനസ്സമാധാനം കുറയുന്നതിനൊക്കെ സാധ്യതയുണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. മാത്രമല്ല 2-ാം ഭാവരാശിയിൽ വാക്സ്ഥാനത്ത് രാഹു നിൽക്കുന്ന സമയം കൂടെയാണ്. അപ്പം നമ്മൾ പൊതുവെ ഈ 10-ാം ഭാവാധിപനായിട്ട് കുജൻ 4 വരുന്നത് കൊണ്ട് തൊഴിലിടത്ത് വിജയം, തൊഴിലിടത്ത് പ്രശസ്തി, അല്ലെങ്കിൽ അംഗീകാരമൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നുണ്ട്. അതുപോലെ നമ്മൾ ഏത് വിഷയങ്ങളിലും ആ വിഷയങ്ങളിലൊക്കെ ഒരു അഗാധമായിട്ടുള്ള ഒരു പാണ്ഡിത്യം, അതിനുള്ള ഒരു സാഹചര്യം ഈ സമയത്ത് കാണുന്നുണ്ട്. പബ്ലിക് ഇമേജൊക്കെ ഉയരുന്നതിന് സാധ്യതയുണ്ട്. പൊതുവെ പ്രോപ്പർട്ടി സംബന്ധമായ ഇടപാടുകളിൽ നേട്ടം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കുടുംബ വരുമാനവും തൊഴിലിലെ വരുമാനവും ഒക്കെ തന്നെ പൊതുവെ കൂടുന്ന ഒരു സ്ഥിതിയാണ് ഈ സമയത്ത് കാണുന്നത്. കുജൻ 7 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. വക്രശനിയുടെ ദൃഷ്ടിയും 7 ഉണ്ട്.
അപ്പോൾ ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ വിജയം ഉണ്ടാകും എങ്കിലും ബിസിനസ് പാർട്ട്നേഴ്സ് തമ്മിൽ തർക്കങ്ങൾ ഒഴിവാക്കാൻ ഒരു ശ്രമം ഉണ്ടാകണം. കഴിവതും അത്തരത്തിലുള്ള തർക്കങ്ങൾ ഒഴിവാക്കി പോകാൻ ശ്രമിക്കണം. അതൊക്കെ ചിലപ്പോൾ ബിസിനസ്സിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ വിവാഹ ആലോചനകളിൽ ചെറിയ തടസ്സമോ അല്ലെങ്കിൽ വിവാഹ നിശ്ചയത്തിന് എന്തെങ്കിലുമൊക്കെ കാലതാമസമോ ഒക്കെ ചിലപ്പോൾ ഈ സമയത്ത് നേരിട്ടു എന്ന് വരാം. ദാമ്പത്യ ബന്ധത്തിലും ചെറിയ തർക്കങ്ങൾ, ടെൻഷൻ ഒക്കെ തന്നെ ഈ സമയത്ത് കാണും. 7ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും 6ൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ പൊതുവേ ദാമ്പത്യ ബന്ധത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്. കാരണം 7ാം ഭാവാധിപൻ സൂര്യനും കൂടെയാണ്. അപ്പോൾ ആ സൂര്യൻ 6ലൊക്കെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു ഭിന്ന അഭിപ്രായം ഒക്കെ ചിലപ്പോൾ ദമ്പതിമാരുടെ ഭാഗത്തൊക്കെ ഈ സമയത്ത് ഉണ്ടാകാം. അപ്പോൾ അവയിലൊക്കെ ഒരു കെയർ വേണം. ഇപ്പോൾ ഗുരുവും കുജനും ഒക്കെ കർമ്മസ്ഥാനത്താണ് ദൃഷ്ടി ചെയ്യുന്നത്, പ്രത്യക്ഷമായിട്ടുള്ള ദൃഷ്ടി. അപ്പോൾ തൊഴിലിലൊക്കെ മുന്നേറ്റം ഉണ്ടാകും. ഇപ്പോൾ തൊഴിൽ അന്വേഷകർക്ക് പൊതുവെ അനുകൂല സമയമാണ്. അവർക്ക് തൊഴിൽ അവസരങ്ങളുണ്ടാകും. അപ്പോൾ തൊഴിലിൽ പൊതുവെ ആക്റ്റീവ് ആകുന്ന സമയം. കൂടുതൽ ഉത്തരവാദിത്വമൊക്കെ ചിലപ്പോൾ തൊഴിലിടത്തൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ തന്നെ കർക്കശമായിട്ട് പാലിച്ചു പോകുന്ന ഒരു സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ ധനാഗമം കൂടുന്ന സമയവും കൂടെയാണ്. കാരണം കുജൻ 11ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പം സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാകും, ധനാഗമമൊക്കെ കൂടും. വിവിധ സോഴ്സുകളിൽ നിന്നൊക്കെ ധനാഗമം ഈ കുറുകാർക്ക് ഈ സമയത്ത് പ്രതീക്ഷിക്കാം. അതുപോലെ പൊതുവെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്നതിന് ആ കുജൻ്റെ 11ലെ ദൃഷ്ടിയൊക്കെ വഴിതെളിക്കും. സുഹൃത്തുക്കൾ വഴിയോ സാമൂഹ്യ ബന്ധങ്ങൾ വഴിയോ ഒക്കെ നമുക്ക് ഒരു നേട്ടമൊക്കെ ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും, അതായത് പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ഈ കുജൻ ഇടവൻ രാശിയിൽ വരുന്നതും ഇടവൻ രാശിയിൽ ഈ ഗുരുമംഗള യോഗം വരുന്നതും എന്ത് ഗുണാനുഭവം ഉണ്ടാക്കും നോക്കാം. മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും 2ഉം 9ഉം ഭാവാധിപനായിട്ടുള്ള കുജനാണ് ജൂലൈ 12-ന് 3ാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നത്. ഇപ്പം ആഗസ്റ്റ് 25 വരെ ആ ചൊവ്വാഗ്രഹം 3ാം ഭാവരാശിയിൽ ഉണ്ടാകും. ഇനി ജന്മരാശ്യാധിപനായിട്ടുള്ള ഗുരു ഇപ്പം 3ാം ഭാവരാശിയിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ആ 3ാം ഭാവരാശിയിലാണ് ഗുരു മംഗള യോഗം വരുന്നത്. അപ്പോൾ പൊതുവെ 3ൽ കുജൻ്റെയൊക്കെ സ്ഥിതി വരുമ്പോൾ നമുക്ക് ധൈര്യം, വീര്യം, അതുപോലെ ആത്മവിശ്വാസമൊക്കെ കൂടുന്ന സമയമായിരിക്കും. ഏത് പ്രവർത്തനത്തിലും കൂടുതൽ ആക്റ്റീവ് ആകുന്ന ഒരു പ്രവണത ഈ സമയത്ത് കാണുന്നുണ്ട്. കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നതിൽ ഒക്കെ ശോഭിക്കും. കമ്മ്യൂണിക്കേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യും. പ്രത്യേകിച്ച് ആ 3ൽ ഗുരുവും കൂടെ നിൽക്കുന്ന സമയമാണ്. ആ ഗുരുമംഗള യോഗമൊക്കെ പ്രത്യേകിച്ച് ആ കുജൻ്റെ 3ലെ സ്ഥിതി കൊണ്ടുണ്ടാകുന്ന നെഗറ്റീവ് ക്വാളിറ്റീസ് അത് കുറയും. അതുപോലെ തന്നെ മാർക്കറ്റിങ്, അഡ്വർടൈസിങ്, ഇത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക്, മീഡിയ പ്രവർത്തകർക്ക്, അതുപോലെ ബുക്ക് പബ്ലിഷേഴ്സ്, അതുപോലെ പ്രഭാഷണം നടത്തുന്നവർ, മോട്ടിവേഷൻ സ്പീക്കേഴ്സ്, അവർക്കൊക്കെ തന്നെ അവരുടെ പ്രവർത്തന മേഖലയിൽ ഒരു തിളക്കം ഉണ്ടാകുന്ന സമയം എന്ന് തന്നെ പറയാം. യാത്രകളിലും കമ്മ്യൂണിക്കേഷനിലും ധനവിഷയങ്ങളിലുമൊക്കെ തന്നെ ഒരു നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. കുജൻ 2ാം ഭാവാധിപനായതുകൊണ്ട് ധനാർജനത്തിനായിട്ട് എന്ത് റിസ്ക്കും എടുക്കും ഈ സമയത്ത്. അതായത് ധനം കൂടുതൽ സമാഹരിക്കുന്നതിന് വേണ്ടിയുള്ള റിസ്ക് എടുക്കുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ സഹോദരാദികൾക്കൊക്കെ ഭാഗ്യം ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. അപ്പോൾ അവർ വഴിയൊക്കെ ഒരു സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിനുള്ള ഒരു സാഹചര്യവും ഈ സമയത്ത് കാണുന്നുണ്ട്. സുഖ സൗകര്യങ്ങൾ കൂട്ടുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും. അതുപോലെ ചില ഇപ്പോൾ കലാകാരന്മാർ, പ്രത്യേകിച്ച് മ്യൂസിക്, ഡാൻസിങ്, അതുപോലെ സിംഗേഴ്സ്, ഇവർക്കൊക്കെ തന്നെ അവരുടെ മേഖലകളിൽ ശോഭിക്കും. അതിനുള്ള ഒരു അനുകൂല സാഹചര്യമാണ് ആ 3ലെ ആ ഗുരുവിൻ്റെയും കുജൻ്റെയും സ്ഥിതി കൊണ്ട് കാണുന്നത്. അതുപോലെ പൊതുവെ ഗുണാനുഭവം കലാകാരന്മാർക്കുണ്ടാകുന്ന സമയം എന്ന് പറയാം. അതുപോലെ കുജൻ 9ാം ഭാവാധിപനായിട്ടാണ് ആ 3ൽ വരുന്നത് എന്ന് പറയുമ്പോൾ 9ാം ഭാവാധിപൻ 3ൽ വരിക എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മൾ എഴുത്തുകാർ, പ്രഭാഷകർ, പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നവർ, അവർക്കൊക്കെ അവരുടെ കഴിവ് കൂടുന്ന സമയമാണ്. അവർക്ക് അവരുടെ മേഖലയിലൊക്കെ
ഒരു അംഗീകാരമൊക്കെ ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. ഭാഗ്യനേട്ടങ്ങൾ അതുവഴി അവർക്കുണ്ടാകും. അതുപോലെ കുജൻ 6 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. കുജൻ്റെ ദൃഷ്ടി 6 വരുമ്പോൾ പൊതുവെ നമ്മൾ ഏത് തരത്തിലുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിൽ പരീക്ഷകളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ, ഉദ്യോഗാർത്ഥികളാണെങ്കിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്ന അവർക്കൊക്കെ, പഠിതാക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഒക്കെ തന്നെ അവരുടെ മത്സരങ്ങളിൽ വിജയം കൈവരിക്കാൻ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ആ കുജൻ്റെ 6 ദൃഷ്ടി എന്ന് പറയുന്നത്. അതുപോലെ എന്തെങ്കിലും കടബാധ്യത ഉള്ളവർക്ക് ആ കടബാധ്യത കുറയ്ക്കുന്നതിനും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു ആശ്വാസം ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ ശത്രുക്കളുടെയൊക്കെ ശല്യം കുറയുന്ന സമയമാണ്. അതുപോലെ ഗുരുവും കുജനും ഒക്കെ തന്നെ 9 ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഭാഗ്യസ്ഥാനത്ത്. അപ്പോൾ പൊതുവെ ദൂരയാത്രകൾ ഉണ്ടാകും, അതിനുള്ള അനുകൂല ഒരു സാഹചര്യം കാണുന്നുണ്ട്. ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൂടും. പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുന്നതിനോ അല്ലെങ്കിൽ സത്സംഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ആത്മീയ വിഷയങ്ങളിലൊക്കെ പ്രഭാഷണം നടത്തുന്നവർക്ക് വളരെ വലിയ ആദരവ്, ബഹുമതിയൊക്കെ കിട്ടുന്നതിനും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ആ 9 കുജൻ്റെയും ഗുരുവിൻ്റെയും ദൃഷ്ടി കൊണ്ട് കാണുന്നത്. അതുപോലെ കുജൻ 10 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 10ാം ഭാവാധിപനും ആണ് ആ ഗുരുവും കുജനുമായിട്ട് യോഗം ചെയ്ത് ആ 3 നിൽക്കുന്ന സമയമാണ്. അപ്പോൾ തൊഴിലിലൊക്കെ ഊർജ്ജസ്വലത ഉണ്ടാകും. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ഹ്രസ്വയാത്രകളൊക്കെ വേണ്ടി വരുന്ന സമയമാണ്. തൊഴിലിൽ സഹോദരങ്ങളുടെയൊക്കെ സഹായവും ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അപ്പോൾ പ്രൊഫഷണൽ തലത്തിൽ വളരെ ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. തൊഴിൽ അന്വേഷകർക്കും ഉദ്യോഗാർത്ഥികൾക്കും ആ ഗുരുവും കുജനുമൊക്കെ യോഗം ചെയ്ത് 3 നിൽക്കുന്നത് വളരെ ഗുണം ചെയ്യും. തൊഴിൽ അവസരങ്ങളൊക്കെ ധാരാളം ഉണ്ടാകും. തൊഴിലിൽ പ്രശസ്തി, അംഗീകാരം, ആദരവ് ഇതൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.